എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് CPIയുടെ മാത്രമല്ല, CPMൻ്റേത് ഉൾപ്പെടെയുള്ള ഇടതുകക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് രാജ്യത്തെ പാഠ്യപദ്ധതികളുടെ വർഗീയവൽക്കരണം. നമുക്കറിയാം, വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത് അവരുടെ ഏറ്റവും തലമുതിർന്ന RSS ഐഡിയലോഗായ മുരളി മനോഹർ ജോഷിയാണ്. എന്തുകൊണ്ടാണ് അവർ RSSനെ സംബന്ധിച്ച് RSSൻ്റെ ഏറ്റവും പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. നമ്മൾ ഹിന്ദുത്വ ലബോറട്ടറി എന്ന് ഗുജറാത്തിനെ എപ്പോഴും പറയാറുണ്ട്. ഗുജറാത്ത് ഹിന്ദുത്വ ലബോറട്ടറി ആയത് എങ്ങനെയാണ്? ഗുജറാത്തിനെ ഹിന്ദുത്വ ലബോറട്ടറി എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 95 മുതൽ, ഇപ്പോൾ ഈ 30 വർഷമായി BJP തുടർച്ചയായി അവിടെ ഭരിക്കുകയാണ്. 95 മുതൽ 2002 വരെ അവിടെ നടന്നിട്ടുള്ള പാഠ്യപദ്ധതികളിലെ മാറ്റം, 95 മുതൽ 2002 ഗുജറാത്ത് കലാപം വരെ അവിടെ നടന്നിട്ടുള്ള പാഠ്യപദ്ധതികളുണ്ടായിട്ടുള്ള മാറ്റം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സഫ്തർ ഹാഷ്മി ട്രസ്റ്റൊക്കെ പോലുള്ള സംഘടനകൾ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ പുസ്തകങ്ങളാണ് മാറ്റിയിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അത് മാറുന്നത്, എത്ര തീവ്രമായിട്ടാണ് മാറ്റുന്നതെന്ന് പൂർണ്ണമായും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഠനങ്ങളുണ്ട്. അത് ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥ എങ്ങനെയാണ് മാറ്റിയത്. അതുകൊണ്ടാണ് അതിനെ ഹിന്ദുത്വ ലബോറട്ടറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നത്. ഗുജറാത്ത് മാറിയത് എങ്ങനെയാണ്? ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണത്തിലൂടെയാണ്. അവിടെ പഠിച്ചിറങ്ങിയ ഒരു തലമുറ അവരുടെ തോട്ട് പ്രോസസ് മുഴുവനായി മാറിപ്പോയി. അവർ ഇന്ത്യൻ ചരിത്രത്തെ, ഇന്ത്യയുടെ സ്വഭാവത്തെ ഇതെല്ലാം മറ്റുള്ളവർ കാണുന്ന പോലെയല്ല കാണുന്നത്. അത് ആ മാറ്റം അത് കേവലമായ BJP അധികാരത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നം മാത്രമല്ല, ആളുകളുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ മാറ്റിക്കളയുന്നൊരു പ്രക്രിയയാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു നൽകുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ആ സാമ്പിൾ, ആ ഹിന്ദുത്വ ലബോറട്ടറിയുടെ സാമ്പിൾ ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതിയാണ് NEP എന്ന് CPI മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ബഹുഭൂരിഭാഗം ആളുകൾ ആശങ്കിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ 10 വർഷമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അത് വളരെ നാച്ചുറലൈസ് ചെയ്യപ്പെടുകയും ഈ ഒരു തലമുറ തന്നെ മാറിപ്പോവുകയും ചെയ്യും. മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്ന ആശയമില്ല, ഇന്ത്യ എന്ന ഒരു നാഷൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല എന്ന് ആശങ്കിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതുകൊണ്ടാണ് അദ്ദേഹം ഗൗരവപൂർവ്വം പറയുന്നത്. അതർവൈസ് നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ CPI മാവോയിസ്റ്റ് വിഷയത്തിലും UAP വിഷയത്തിലും അല്ലാതെ സർക്കാരിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുമാത്രവുമല്ല, അപ്പോൾ ബിനോയ് വിശ്വം സംസാരിച്ചുകൊണ്ടെങ്കിൽ തൊട്ട് മുമ്പ് രാജ ഇത് തന്നെയാണ് പറയുന്നത്. ഈ തീരുമാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അതിന് തുറന്നു പറയുന്നു. എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ MA ബേബിയെ കണ്ട് കാര്യം സംസാരിക്കുമെന്ന് പറയുന്നു. MA ബേബി ദേശീയ സെക്രട്ടറി, CPMൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹവുമായി സംസാരിക്കുമെന്ന് പറയുന്നത് CPIയുടെ ദേശീയ നേതൃത്വമാണ്. അപ്പോൾ ഇതൊരു ദേശീയ പ്രശ്നമായി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ദേശീയ ഇഷ്യൂ ആയി മാറുകയാണ്. കേവലം ഇത് LDFൽ മാത്രം ചർച്ച ചെയ്ത് തീരുന്ന ഒരു സംഭവമല്ല, ഇത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വിഷയമാക്കി CPI ഇതിനെ മാറ്റിയിട്ടുണ്ട്. അവർ മുന്നണി വിട്ടു പോകുമോ ഇല്ലേ എന്നുള്ളതല്ല, അവർ LDF വിട്ട് നാളെ UDFൽ ചേരുമോ, ഇലക്ഷൻ കാലത്ത് UDFൻ്റെ ഒപ്പം, അത്തരം ചർച്ചകളേക്കാൾ ഉപരി ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നതിൽ ബിനോയ് വിശ്വം 100% ഇന്ന് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടിലൊരു പ്രശ്നമാണ്. അതായത് NEP വന്നോട്ടെ, PM ശ്രീ വന്നോട്ടെ, അവർ കാശ് തരട്ടെ, നമ്മൾ NEP അംഗീകരിക്കുന്നില്ലല്ലോ, നമ്മളതിനെ എതിർത്ത് തോൽപ്പിക്കുമല്ലോ. അങ്ങനെയല്ല. ഈ MOU നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, PM ശ്രീ നടപ്പാക്കുന്നത് NEP ആണ്. PM ശ്രീ അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റാണ്. അത് നടപ്പാക്കാൻ വേണ്ടി, NEP നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളിതിൽ ഒപ്പുവെക്കുന്നതെന്ന് സ്കോപ്പ് ഓഫ് MOU എന്ന് ഇതിൻ്റെ തൊട്ടടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതിനുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ വിശദമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ NEPയുടെ ഇന്നും വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം ഉദ്ധരിക്കുന്നുണ്ട്, പാഠപുസ്തകങ്ങൾ നമ്മളല്ലേ ഉണ്ടാക്കുന്നത്, അത് SCERT ആണല്ലോ, NCERT അല്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന് മന്ത്രി VS ശിവൻകുട്ടി ഒരു 17-ാം പേജിൽ 32ാമത്തെ ഖണ്ഡിക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് NCERT കാര്യങ്ങൾ തയ്യാറാക്കും, പിന്നെ ഒരു റീജിയണൽ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ആവാം, പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, ആ വാക്കാണ് അതിൽ പറയുന്നത്, ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം, ഇതെല്ലാം നടപ്പാക്കേണ്ടത് NEP അടിസ്ഥാനത്തിലായിരിക്കണം. NEP അടിസ്ഥാനത്തിലായിരിക്കണം. NCERTയുടെ ഫ്രെയിംവർക്കിന് അടിസ്ഥാനത്തിൽ നിങ്ങൾ പുസ്തകം ഇറക്കാവുള്ളൂ. അതിന് പറഞ്ഞതിനർത്ഥം അവർ പുസ്തകത്തിൻ്റെ കണ്ടന്റ് തരും, നിങ്ങൾ വേണ്ടി അച്ചടിച്ചോ, നല്ല പേപ്പറിലൊക്കെ അച്ചടിച്ചോ. റീജിയണൽ ലാംഗ്വേജ് കൊടുക്കുന്നതിൽ പറയുന്നുണ്ടല്ലോ, റീജിയണൽ ലാംഗ്വേജിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ വേണ്ടി പേപ്പറൊക്കെ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ, പുസ്തകത്തിൻ്റെ പുറംചട്ടയും കളറൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, പേര് നിങ്ങൾ തീരുമാനിച്ചോ, കണ്ടന്റ് ഞങ്ങൾ തരും എന്നാണ് അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളത്. മന്ത്രി അത് വളരെ വിദഗ്ധമായി, അല്ലെങ്കിൽ മന്ത്രിക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ കുറിപ്പെഴുതി കൊടുത്തപ്പോൾ വളരെ വിദഗ്ധമായി അത് ഒഴിവാക്കിയിട്ടാണ് മന്ത്രി അത് വായിച്ചത്. ഇത്ര നമ്പറിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഇത്ര നമ്പർ എന്ന് പറയുമ്പോൾ ആളുകൾ എടുത്ത് നോക്കും എന്നുള്ള വിവരം പോലും ശിവൻകുട്ടി ഉണ്ടായില്ല. ആളുകൾ എടുത്ത് നോക്കും അതിലെന്താ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന, സ്വന്തം പാർട്ടി പ്രവർത്തകരെ, സ്വന്തം വിദ്യാർത്ഥി സംഘടനയെ വഞ്ചിക്കുന്ന, യുവജന സംഘടനയെ വഞ്ചിക്കുന്ന, LDFലെ ഘടകകക്ഷികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് LDF സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കേവലം ഏതെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ സംസ്ഥാനത്തെ
ഇന്ത്യയെ തന്നെ ബാധിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് CPI ഉയർത്തിയിട്ടുള്ളത്.